ഹലോ, ട്രാവൽ ഷൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് പരിചയപ്പെടുത്താം. ഒരുപാട് ദൂരെയൊന്നുമല്ല, തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് പോത്തൻകോട് പോകുന്ന റോഡിനിടയ്ക്ക് ഒരു ചെറിയ എന്നുള്ളൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ട്, വെള്ളാണിക്കൽ പാറമുകൾ ശ്രീ ആയിരവല്ലി ക്ഷേത്രം. ഇവിടെ എത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നല്ല കുട്ടിയായതുകൊണ്ട് എനിക്കും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അമ്പലമൊക്കെ ഓൾറെഡി അടച്ചുപോയി. ഇവിടെ ഈ അമ്പലം മാത്രമല്ല, ഈ അമ്പലത്തിന് ചുറ്റും നല്ല അടിപൊളി വ്യൂ ഉണ്ട്. നട്ടുച്ച വെയിലിൽ വന്നിട്ട് പോലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെയോ വൈകുന്നേരത്തോ ഒക്കെ വന്നിരുന്നുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, നല്ല വൈബായിരിക്കും. ഒരു ഈവനിങ് ടൈമിൽ ഒരു 6 to 7 ഇടയിലൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല നൈസ് വൈബായിരിക്കും കേട്ടോ. സത്യം പറയാലോ, വന്ന് കയറിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട്ടളവി. ഇത് ഏകദേശം ഒരു 19 ഏക്കർ കണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഇതിനൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെയെല്ലാം ഇപ്പോൾ കപ്പിൾസാണ് സ്ഥലം പിടിച്ചേക്കുന്നത്. ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് ജോഡികളുണ്ട്. ഞാൻ ആരെയും ശല്യം ചെയ്യേണ്ട ഒരു മൂലയ്ക്ക് മാറി വന്നിരിക്കുകയാണ്. ഞാനീ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? വാച്ച് ടവർ കാണാനാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് സിറ്റി ഫുള്ള് കാണാമെന്നാണ് പറയണേ. എന്നാൽ പിന്നെ പോയി നോക്കാം. ഇതേ ഈ മുകളിൽ കാണുന്നതാണ് കേട്ടോ വാച്ച് ടവർ. അവിടെ ആരെങ്കിലും ഉണ്ടോ, നമ്മൾ അകത്തോട്ട് കയറ്റി വിടുമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്നാലും വാച്ച് ടവറിൻ്റെ അടുത്തൊന്നും ആരെയും കാണുന്നില്ല. നമുക്ക് കയറാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കയറി നോക്കാം. ആരെങ്കിലും ഇറക്കി വിട്ടാൽ തിരിച്ചിറങ്ങി ഓടാം. തീർന്നില്ല, ഇനിയുണ്ട് സ്റ്റെപ്പ്. അങ്ങനത്തെ വാച്ച് ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് 10-36 സ്റ്റെപ്പുണ്ട്. എന്നെപ്പോലെ മടിച്ചികൾക്ക് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് മണ്ടേ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ, അപാര വ്യൂ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
അപ്പോൾ വെള്ളാണിക്കൽ പാറ എന്താണെന്ന് നിങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയല്ലോ. ഇത് ഇത്രയും ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കൊണ്ടും ഇവിടെ പ്രത്യേകിച്ച് ആരും നമ്മളെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും എല്ലാവരുടെയും ഒരു സ്വൈര്യ വിഹാര കേന്ദ്രമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വരിക, ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ എന്തായാലും കാണുക. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ പ്ലേസ് ആണ്, പക്ഷേ നമുക്കൊരു സായനമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ്, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ